ചെവിയിലൊന്ന് വെച്ചോക്കടാ. ഏതാടാ? 5th ചാപ്റ്റർ, ഡിപ്രിസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ. ഇത് ഭയങ്കര വലിയ ചാപ്റ്റർ ഒന്നല്ല. ഇതിലത്തെ ചോദ്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട കാര്യമുള്ളൂ. എന്താണ് ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ? അസറ്റിനെ എക്സ്പെൻസ് ആക്കി മാറ്റുന്ന പ്രക്രിയനെ പറയുന്ന പേരാണ് എന്ത്? ഡിപ്രിസിയേഷൻ. ഇനി ഇൻടാഞ്ചിബിൾ അസറ്റിനെയാണ് നമ്മൾ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിലോ അമോർട്ടൈസേഷൻ എന്ന് പറയും. അത്രയുള്ളൂ. ക്ലിയർ അല്ലേ? റെഡി ടു യൂസ് ആയ നമ്മൾ ഡിപ്രിസിയേഷൻ സ്റ്റാർട്ട് ചെയ്യും. യൂസ് ചെയ്ത് തുടങ്ങണമെന്ന് നിർബന്ധമില്ല. റെഡി ടു യൂസ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഡിപ്രിസിയേഷൻ സ്റ്റാർട്ട് ചെയ്യും. എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യണമെന്നുള്ള പോലത്തെ കുറച്ച് തിയറി പാർട്ട് ഉണ്ട്. കറക്റ്റ് ഇൻകം സ്റ്റേറ്റ് മെഷർമെന്റ് ചെയ്യാൻ. കാരണം അസറ്റിന്റെ കുറച്ച് പാർട്ടുകളും കൂടി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവല്ലോ. കറക്റ്റ് ഇൻകം മെഷർ ചെയ്യാൻ. പിന്നെ എന്താ? ട്രൂ പൊസിഷൻ സ്റ്റേറ്റ്മെന്റ്, നമ്മുടെ വാല്യൂ ഓഫ് പ്രോപ്പർട്ടി കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ. പിന്നെ എന്തിനാ? റീപ്ലേസ്മെന്റിന് ഫണ്ട് ഉണ്ടാവാൻ. അല്ലെ, നമുക്ക് ഭാവിയിൽ ഫണ്ട് ഉണ്ടാവുകയാണെങ്കിൽ ഇനി ഈ അസറ്റ് 10 കൊല്ലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും മേടിക്കേണ്ടി വരില്ലേ? എല്ലാ കൊല്ലം നമ്മൾ ഡിപ്രിഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സ്പെൻസിൽ ഓൾറെഡി കയറിയിട്ടുണ്ടാവും. നമ്മുടെ ലാഭത്തിൽ ഓൾറെഡി അതിന് അഡ്ജസ്റ്റ്മെന്റ് വന്നിട്ടുണ്ടാവും. നമുക്ക് ഇത് കഴിയും തോറും നമുക്കറിയാം പുതിയത് വാങ്ങാറായിട്ടുണ്ടെന്നുള്ളത്. അല്ലെ? ഇനി അസർടൈൻമെന്റ് ഓഫ് ട്രൂ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അല്ലെ, നമ്മുടെ കറക്റ്റ് പ്രൊഡക്ഷന്റെ മെത്തേഡ് ഇതറിയാൻ വേണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് അസറ്റുകൾ നമ്മൾ കുറച്ച് കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിനൊരു കോസ്റ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ എഴുതപ്പെടില്ല. അതൊക്കെയാണ് പ്രശ്നങ്ങള്. ഇനി ഒരു അസറ്റിലേക്ക് നമ്മൾ വാല്യൂ ചെയ്യുമ്പോൾ എന്തൊക്കെ വാല്യൂ ചെയ്യണം? ആ അസറ്റിന്റെ റെഡി ടു യൂസ് ആവുന്ന വരെയുള്ള എല്ലാ ചെലവുകളും നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അല്ലെ? ചില സമയത്ത് നമ്മൾ ടൈമിലായിരിക്കും, ചില സമയത്ത് യൂട്ടിലിറ്റി അല്ലെങ്കിൽ യൂണിറ്റ്സിലായിരിക്കും നമ്മൾ യൂണിറ്റ്സിനെ അതിന്റെ ലൈഫിനെ മെഷർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ സോഡ മേക്കർ മേടിച്ചു. സോഡ മേക്കർ മേടിച്ചു കഴിഞ്ഞാൽ അതിൽ 100 സോഡ ഉണ്ടാക്കാനുള്ള ഗ്യാസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോ എല്ലാ ദിവസവും നമ്മൾ ഡിപ്രിഷിയേറ്റ് ചെയ്യണം. അത് ഉപയോഗിക്കുന്നവരും ഡിപ്രിഷിയേറ്റ് ചെയ്താൽ മതി. അല്ലെ? വേറെ ചില കാര്യങ്ങൾ അങ്ങനെ ആയില്ല. കസാര 5 കൊല്ലമായിരിക്കും അത് ഉപയോഗിക്കാൻ പറ്റുക. മൊബൈല് 2 കൊല്ലമായിരിക്കും ഉപയോഗിക്കാൻ പറ്റുക. നമ്മൾ 2 ഉപയോഗിച്ച് 2 കൊല്ലം കഴിയുമ്പോൾ അതിന്റെ സോഫ്റ്റ്വെയർ ഇതൊക്കെ മാറിയിട്ട് അത് കേടായി തുടങ്ങും. ക്ലിയർ അല്ലേ? അതിന്റെ എന്തൊക്കെ വാല്യൂല് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പൊ നമ്മൾ പ്രസന്റ് കണ്ടീഷനിലേക്ക് എത്തിക്കുന്ന വരെയുള്ള എല്ലാ ചെലവുകളും നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. എങ്ങനെയൊക്കെയാണ് നമ്മൾ ഡിപ്രിഷിയേറ്റ് ചെയ്യുക? സ്ട്രേറ്റ് ലൈൻ മെത്തേഡും ഡിമിനിഷിംഗ് വാല്യൂ മെത്തേഡും. ഇത് രണ്ടെന്താ? അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് ആണ്. അല്ലാണ്ട് എന്തല്ല? അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് ആണ്. എന്തല്ല? അക്കൗണ്ടിങ് പോളിസി അല്ല കേട്ടാ. ഇതിൽ ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാ? പ്രോസ്പെക്റ്റീവിലാണ് ചേഞ്ച് വരുത്തേണ്ടത്, റെട്രോസ്പെക്റ്റീവിലില്ല. നിങ്ങൾ ഫൈനൽ വരെയുള്ള എപ്പോഴും പഠിക്കും. ഇത്രയും പ്രധാനപ്പെട്ട കാര്യമാണത്. സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ? റെസിജ്വൽ വാല്യൂ ചേഞ്ച് ആവില്ല. കോൺസ്റ്റന്റ് ചാർജ് ആണ് യൂസ്ഫുൾ ലൈഫിൽ കൊടുക്കുക. 1 ലക്ഷത്തിന് മേടിച്ച സാധനം 10 വർഷമാണെങ്കിൽ 10,000 വെച്ചിട്ട് 10 വർഷം നമ്മളിങ്ങനെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് എന്ത്? സ്ട്രേറ്റ് ലൈൻ മെത്തേഡ്. റെസിജ്വൽ വാല്യൂ 10% കോൺസ്റ്റന്റ് ആയിരിക്കും. പക്ഷെ വാല്യൂ മാറും. ഏത് വാല്യൂവിലാണ് ചെയ്യണമെന്നുള്ള വാല്യൂ മാറും. അതായത് 1 ലക്ഷത്തിന് തുടങ്ങി, ആദ്യത്തെ കൊല്ലം എന്താ? 10,000 തന്നെ വരും, 10%. രണ്ടാമത്തെ കൊല്ലം 90,000 എന്നല്ലേ വാല്യൂ നിൽക്കണേ? അതിന്റെ 10% എടുക്കുള്ളൂ. ക്ലിയർ ആണോ? അപ്പൊ 90,000-ന്റെ 10% എന്ന് പറഞ്ഞാൽ എത്ര? 9,000 വരണോ? ഡിമിനിഷിംഗ് വാല്യൂ മെത്തേഡിനെയാണ് നമ്മൾ പറയുന്നത് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് എന്ന് പറയണത്. SLM എന്നാണ് പറഞ്ഞത്. റിട്ടേൺ ഡൗൺ വാല്യൂ എന്ന് പറയണെന്ന് പറഞ്ഞല്ലേ? അതിന് റിട്ടേൺ ഡൗണിന്റെ വേറെ പേരാണ് റെസിജ്വൽ എന്നുള്ളത്. അത് നിങ്ങൾ കാര്യമാക്കണ്ട. അത് പോട്ടെ, നിങ്ങൾക്ക് പഠിക്കാനില്ല. നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിച്ച് വിചാരിച്ചാൽ മതി. ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് അല്ലെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. അപ്പൊ നമ്മൾ 10,000 കുറച്ചപ്പോ 90,000 പിന്നെ 90,000-ന് 10% പറഞ്ഞാൽ 9,000 വരും. അപ്പൊ എത്ര? 51,000 വാല്യൂ. ഇനി എന്ത് ചെയ്യും? അതിന്റെ 10%. അപ്പൊ എത്ര? 8,200 പിന്നത്തെ വർഷം വരാം. ഇതിനൊരു കാരണമുണ്ട്. ഇത് MCQയിൽ എപ്പോഴും ചോദിക്കാറുണ്ട്. നിങ്ങളുടെ ബുക്കിലില്ല, പക്ഷെ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുള്ളതാ. അതായത് സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഒരു മെഷീനറി മേടിക്കുന്ന വർഷത്തിലാണോ കൂടുതൽ വരിക, അല്ലെങ്കിൽ ഒരു 5 കൊല്ലം 10 കൊല്ലം കഴിയുമ്പോഴാണോ കൂടുതൽ വരിക? 5-10 കൊല്ലം കഴിയുമ്പോഴല്ലേ കൂടുതൽ വരിക. അപ്പൊ ആ റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസും ഇതിന് കൊടുക്കുന്ന ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് കൂടിയിട്ട് ഒരു കോൺസ്റ്റന്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കണേ? ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ഉപയോഗിക്കണം. അതായത് ആദ്യത്തെ കൊല്ലം റിപ്പയർസ് വരികയില്ല, രണ്ടാമത്തെ കൊല്ലം റിപ്പയർസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ വരുമ്പോ എന്ത് വരും?
മൂന്നാമത്തെ കൊല്ലം ആകുമ്പോൾ കുറച്ചും കൂടി റിപ്പയർസ് വരാനുള്ള ചാൻസ് കൂടുതൽ. പക്ഷെ ഇപ്പൊ എന്താ ഡിപ്രിഷിയേഷൻ അതിനനുസരിച്ച് കുറച്ച് കൊണ്ടുവരാം. പക്ഷെ റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് കൂടി കൊണ്ടുവരാം. അപ്പൊ ഇത് രണ്ടും കൂടിയിട്ട് ഏകദേശം ഒരു കോൺസ്റ്റന്റ് ആവാം എന്നാണ് അവർ പറയുന്നത്. പക്ഷെ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് ആണെങ്കിലോ എല്ലാ കൊല്ലം ഒരേ വിലയാണ് കുറച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് എന്നുള്ള അളവ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അപ്പോ രണ്ടും കൂടിയിട്ട് ഒരു മാച്ച് അല്ലാത്ത പോലത്തെ ഫിഗറിൽ വരും. അപ്പൊ അത് വരാൻ വേണ്ടിയിട്ടാണ് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. എന്തും കൂടി കണക്കിൽ ആക്കാൻ വർഷാവർഷം ചെല്ലുന്തോറും റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് ചെലവ് കൂടുന്ന പോലത്തെ അസറ്റുകൾക്കാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് അല്ലെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ചെയ്യും. അല്ല, ചില ഫർണിച്ചർ ഒക്കെ നമ്മൾ വിചാരിക്കും ഈ 10 കൊല്ലം വരെ അതിന് എല്ലാത്തിനും ഈക്വൽ ആയിട്ട് പോകാറുണ്ട്. ഓരോ കൊല്ലം കൂടുന്നോറും അതിന് നമ്മളിങ്ങനെ ചെലവാക്കിക്കൊണ്ടേയിരിക്കണം. വേണ്ട. പക്ഷെ AC, മൊബൈൽ ഫോൺ, ഇലക്ട്രോണിക്, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് ഇതിനൊക്കെ എന്താ വർഷം കൂടുന്നോറും എന്തും കൂടും? ചെലവും കൂടും, റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് കൂടും. അതാണ് അതിന്റെ ഒരു കണക്ക് വരുന്നത് കേട്ടോ. സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിന്റെ ഇതിന്റെ ഫോർമുല അറിയാലോ? ഡിപ്രിസിയേഷൻ എങ്ങനെ ചെയ്യാന്ന് അറിയാലോ? ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. ജെയിൻ ബ്രൂസ് അക്വയർഡ് മെഷീൻ ഓൺ 1 ജൂലൈ അറ്റ് കോസ്റ്റ് ഓഫ് 14 ലക്ഷം സ്പെൻഡ് 1 ലക്ഷം ഓൺ ഇൻസ്റ്റലേഷൻ. അപ്പൊ 14 ലക്ഷത്തിന്റെ കൂടെ നമ്മൾ എന്തും കൂടി ആഡ് ചെയ്യണം? ഇടി മെഷീനറി എന്നൊക്കെ പറഞ്ഞാൽ എന്താ? അസറ്റ് അല്ലേ? അസറ്റ് കൂടുമ്പോൾ നമ്മൾ ഡെബിറ്റ് അല്ലേ ചെയ്യാറ്? 14 ലക്ഷത്തിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും? ബാങ്ക് 1 ലക്ഷം കൂടി ആഡ് ചെയ്യും അല്ലെ? അപ്പൊ 15 ലക്ഷവും. ഇനി എന്ത് ചെയ്യും? 10% പെർ ആനമാണ് നമ്മൾ എല്ലാ കൊല്ലവും ചെയ്യുക. 31st ഡിസംബറിലാണ് ഇയർ എൻഡ്. നമ്മൾ ഇത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. ക്ലിയർ ആണോ? 1 ജൂലൈയിലാണ് മേടിച്ചത്. അപ്പൊ ഒരു കൊല്ലം മുഴുവൻ നമ്മൾ ഡിപ്രിഷിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. 6 മാസം ഡിപ്രിഷിയേറ്റ് ചെയ്താൽ മതി അല്ലേ? അപ്പൊ 15 ലക്ഷം ഇൻറ്റു 10% ഇൻറ്റു 6/12. അപ്പൊ എത്ര വരും? 1,75,000 രൂപ വരെയുള്ള ഡിപ്രിസിയേഷൻ അല്ലെ? അപ്പൊ 75,000 രൂപ നമ്മൾ കുറച്ച് 14,25 ചെയ്തു. ക്ലിയർ അല്ലേ? പിന്നെ 14,25 ഇപ്പുറത്തേക്ക് വരാം. അതിൽ നിന്ന് നമ്മൾ എല്ലാ കൊല്ലവും ഇനി 1.5 ലക്ഷം തന്നെയല്ലേ ഡിപ്രിഷിയേറ്റ് ചെയ്യുക? 12,75 ആവും. പിന്നെ അതിന് ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഇതെന്താ? എക്സ്പെൻസ് അക്കൗണ്ട് ആണ്, നോമിനൽ അക്കൗണ്ട് ആണ്. അത് P&L അക്കൗണ്ടിലേക്ക് റൈറ്റ് ഓഫ് ചെയ്ത് കളയണം. അപ്പൊ ആദ്യത്തെ കൊല്ലം 75,000 ഇട്ടു, എക്സ്പെൻസ് കൂടി, പിന്നെ P&L അക്കൗണ്ടിലേക്ക് അതിനെ റൈറ്റ് ഓഫ് ചെയ്ത് കളഞ്ഞു. പിന്നത്തെ കൊല്ലം 1.5 ലക്ഷം ഇട്ടു, 1.5 ലക്ഷം P&Lക്ക് റൈറ്റ് ഓഫ് ചെയ്ത് കളഞ്ഞു. കഴിഞ്ഞില്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 2. ജെയിൻ ബ്രോസ് മെഷീൻ എത്ര? കോസ്റ്റ് 14 ലക്ഷം, സ്പെൻഡ് എത്ര? 1 ലക്ഷം. ഇതേ സെയിം സിറ്റുവേഷൻ ഡിമിനിഷിംഗ് ബാലൻസിലാണ് ചെയ്തേക്കണേ. അപ്പൊ ആദ്യം എന്താ? 77 കുറച്ച് 14 25 ആക്കിയില്ലേ? ഈ 14,25ന്റെ 10% അടിക്കണ്ടേ? ഇപ്പൊ എത്ര വരും? 1,42,500 വരും അല്ലെ? 12,82,500 വരും. കാര്യങ്ങൾ വരും. ഇനി സം ഓഫ് ഇയേഴ്സ് ഡിജിറ്റ്സ് മെത്തേഡ്. എന്താ സം ഓഫ് ഇയേഴ്സ് ഡിജിറ്റ്സ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിനോമിനേറ്ററിലുള്ള ഓരോ വർഷം നമ്മൾ കൂട്ടണം. നമ്മൾ നമ്മുടെ ഇന്നലെ ഡിബഞ്ചർ വാല്യുവേഷൻ പഠിച്ചു. എന്താ? എല്ലാ കൊല്ലവും ഈക്വൽ ആയിട്ട് കൊടുക്കണേ. പകരം ഏറ്റവും ആയിത്തേന് മുകളിലൊരു മൂല്യം കൂടുതൽ കൊടുത്തു, പിന്നത്തേന് കുറച്ച് കൊടുത്തു. 20, 16, 12, 8 അങ്ങനെ പോയി ക്വസ്റ്റ്യൻ ഇല്ലേ? അതേപോലെ ഓരോന്നിനും എന്ത് കൊടുക്കാണ്? ഒരു വാല്യൂവിന് വെയിറ്റ് കൊടുക്കുക അല്ലെ? കറണ്ട് ഇയർ തുടങ്ങിയിട്ടുള്ളത് ചെയ്യാണ്. ക്വസ്റ്റ്യൻ കാണുക മനസ്സിലാവും. അതാണ് സുഖം. 10 ലക്ഷമാണ് അതിന്റെ വില വരണേ. എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ് ആൻഡ് സ്ക്രാപ്പ് വാല്യൂ എത്രയാ? 1,20,000 വരുന്നുണ്ട്. സം ഓഫ് ഇയേഴ്സ് ഡിജിറ്റ്സ് മെത്തേഡ് വെച്ചിട്ട് ചെയ്യാനാണ് പറഞ്ഞേക്കണേ. അപ്പൊ ഇതിന്റെ സ്ക്രാപ്പ് കിഴിച്ചു കഴിഞ്ഞാൽ എത്ര വരും? 10 ലക്ഷം മൈനസ് 1.2 ലാക്ക് ഡിവൈഡഡ് ബൈ 10 വർഷം എന്നുള്ളതാണ് നമ്മൾ ചെയ്യണമെന്ന് വിചാരിക്കണേ. പക്ഷെ 10 വർഷമാണോ ചെയ്യേണ്ടത്? ആണോ? അല്ല. 10 വർഷത്തേക്കുമുള്ള നമ്പർ ഓഫ് ഇയേഴ്സ് ഇവർ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. വേണ്ടേ? ഇവരെന്നാണ് തുടങ്ങിയേക്കണേ? ഫസ്റ്റ് ഏപ്രിൽ 2017 ചോദിച്ചേക്കണത് എത്ര? 2022 അപ്പൊ 5 വർഷം കഴിഞ്ഞു പോണ പോലത്തെ വാല്യൂ അല്ലേ ഇടണ്ടേ? അല്ലെ? അപ്പൊ ആദ്യത്തെ കൊല്ലത്തിന് ഇപ്പൊ നമ്മൾ എങ്ങനെ കൊടുക്കണം? ഓരോന്നിനും ആദ്യത്തെ കൊല്ലത്തെ അതിന്റെ യൂസബിലിറ്റി ഭയങ്കര കൂടുതലാ. ലാസ്റ്റ് വർഷം ആകുമ്പോൾ ടെക്നോളജി ചേഞ്ച് ചെയ്തിട്ടും അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് അതിന്റെ യൂസബിലിറ്റി വളരെ കുറയും. അതുകൊണ്ടാണ് ആദ്യത്തെ കൊല്ലത്തിന് 10, പിന്നത്തേന് 9, പിന്നത്തേന് 8 അങ്ങനെ 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 കുറഞ്ഞാണ് വാല്യൂ ഇടാം. 5 കൊല്ലം യൂസ് ചെയ്യുന്ന മെഷീൻ ആണെങ്കിൽ ആദ്യത്തെ കൊല്ലത്തിന് 5 നിടും, പിന്നത്തേന് 4 നിടും, പിന്നത്തേന് 3 നിടും, പിന്നത്തേന് 2 നിടും, പിന്നത്തേന് 1 നിടും. 100 കൊല്ലമാണെങ്കിൽ 1100, പിന്നെ 99, പിന്നെ 98 അങ്ങനെ അങ്ങനെ ബാലൻസ് കിട്ടും. അപ്പൊ 5 കൊല്ലം കഴിയുമ്പോൾ എന്ത് വാല്യൂ പോയിട്ടുണ്ടാവും? 10 + 9 + 8 + 7 + 6 ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ എത്ര വരും? 16 - 32 കിട്ടും, 40 വാല്യൂ വരും അല്ലെ? ടോട്ടൽ എത്ര വരണമായിരുന്നു? ഇതിന്റെ കൂടെ ഫുള്ള് കൂട്ടുമ്പോൾ എത്ര വരും? 10 + 9 + 8 + 7 + 6 + 5 + 4 + 3 + 2 + 1 എത്ര വരും? 11 × 5 55 അല്ലേ? അരിത്മെറ്റിക് പ്രൊവിഷനിലൊക്കെ പഠിക്കില്ലേ? അവിടെ നിന്ന് കൂട്ടി N+1/2. അപ്പൊ 40/55 ഇതിന്റെ വാല്യൂ ഇടിഞ്ഞുണ്ടാവാം അല്ലെ? എത്രയാണ് ഇതിന്റെ ഡിപ്രിഷിയേറ്റ് ചെയ്യപ്പെടേണ്ട വാല്യൂ എത്രയാണ്? 10 ലക്ഷം മൈനസ് 1.2 ലക്ഷം. അപ്പൊ എത്ര വരും? 8.8 ലക്ഷം വരില്ലേ? അതിന്റെ എത്ര എമൗണ്ട് വരും എന്നുള്ളതാണ് നമ്മൾ നോക്കണേ. ആദ്യത്തെ കൊല്ലം 10
ആദ്യത്തെ കൊല്ലല്ലേ? ഇതിപ്പോ എത്രാമത്തെ കൊല്ലം? 4 കൊല്ലം കഴിഞ്ഞു അല്ലേ? അല്ല സോറി, എത്ര? 5 കൊല്ലം കഴിഞ്ഞ. 2017, 18, 19, 20, 21, 22, 6-ാം കൊല്ലം. ഇപ്പൊ 5 കൊല്ലം കഴിഞ്ഞു. അപ്പൊ 5 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഈ 40 എന്നുള്ള വാല്യൂ കിട്ടിയത് അല്ലെ? 40/55, 8,80,000 ഇൻറ്റു 40/55. ഇപ്പൊ എത്രയാ? 6,40,000 ഇതുവരെ പോയി കഴിഞ്ഞു അല്ലെ? അപ്പൊ എത്രയല്ല നിക്കളപ്പോ വാല്യൂ? 10 ലക്ഷം മൈനസ് 6,40,000 പോയി. ഇപ്പൊ എത്ര? 3,60,000 വാല്യൂ നിക്കണേ. അപ്പൊ 3,60,000 നമ്മൾ കൊണ്ടുവന്നു. ഇനി അക്കൊല്ലത്തെ ഡിപ്രിസിയേഷൻ എത്ര വരും? ഇനി 5/55 അല്ലേ വരാൻ പോണേ? 6 വരെ നമ്മൾ യൂസ് ചെയ്തു. ഇനി നെക്സ്റ്റ് ഇയർ ഏതാ? 5 അല്ലേ? 5/55 എത്രയാ? 3,60,000 ഇൻറ്റു, അയ്യോ സോറി 3,60,000 ഇല്ല ഇവിടെ. പെട്ടെന്ന് ഇത് എത്ര വരെ വാല്യൂ? നമ്മളത്ര 8.8 ലാഖിനല്ലേ ഇങ്ങനെ വീതിക്കാൻ തുടങ്ങിയത്? 8.8 ലാഖ്, 8,80,000 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 55 എത്ര വരും? 80,000. അത് ഡിപ്രിസിയേഷൻ വരും അല്ലെ? ബാലൻസ് 250 വരും. ഇനി ഡിപ്രിസിയേഷൻ അക്കൗണ്ടിൽ മിഷനറി ഇട്ടു, പ്രീ ഹാൻഡില് 80,000 ഇട്ടു. ക്ലിയർ അല്ലേ? ഇതൊരു 5 മാർക്കിന് വേണമെങ്കിൽ ചോദിക്കാട്ടാ. ക്ലിയർ അല്ലേ? ഇനി ഒരു മെഷീൻ പർച്ചേസ് ചെയ്തു. എത്രക്ക്? 30 ലക്ഷത്തിന്. ഹാവിംഗ് എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ് 24,000 അവറാണ് ഇതിന്റെ യൂസ്ഫുൾ ലൈഫ്. സ്ക്രാപ്പ് വാല്യൂ എത്രയാണ്? 2 ലക്ഷമാണ്. ആന്റിസിപ്പേറ്റഡ് പാറ്റേൺ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എഫക്റ്റീവ് അവേഴ്സ് ആണ് പറയണത് അല്ലേ? അപ്പോ ഇതിന്റെ എത്രയാണ് നമ്മൾ ഡിപ്രിഷിയേറ്റ് ചെയ്യേണ്ടത്? 30 ലക്ഷം മൈനസ് 2 ലക്ഷം എത്രയാ? 28 ലക്ഷമാണ് ഡിപ്രിഷിയേറ്റ് ചെയ്യേണ്ടത്. അതിനെത്ര ആയിരിക്കുക? 28 ലക്ഷം ഡിവൈഡ് ബൈ 24,000 അവറായിട്ടാണ് ഡിപ്രിഷിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോ ഒരു അവറിന് എത്രയാ? 28 ലക്ഷം ഡിവൈഡഡ് ബൈ 24,000 അവറല്ലേ? അപ്പോ 116.67 അല്ലേ? അല്ലേ? ഇൻറ്റു അല്ലെ 3,000. അത് 1, 2, 3 വർഷം അങ്ങനെ വരാം അല്ലെ? 3,000 ഇൻറ്റു 3 വർഷം. അപ്പോ 10,50,000 രൂപ 3 വർഷം വരും. അപ്പോ 10,50,000 പറഞ്ഞ എത്രയും 3.5 അല്ലേ? 3.5 ലക്ഷം ഈച്ച്. ടോട്ടല് 1,300 മാസക്കൊല്ലത്തിന് എത്ര വരും? 10.5 ലക്ഷം വരും. ഇനി 2,600 ഇൻറ്റു 3,03,333 വന്ന്. അങ്ങനെ 4, 5, 6 3 കൊല്ലം അങ്ങനെ വരും. എത്ര വരും? ഇൻറ്റു 3, 9,10,000. ലാസ്റ്റത്തെ എത്രയാ? 1,800 വെച്ചിട്ട് 3 കൊല്ലം. 2.10 വീതം വരും. 3 എന്ന് പറയുമ്പോ എത്ര വരും? 7, 7, 8, 9, 10 4 കൊല്ലം വരും. അയ്യോ സോറി അല്ലേ? 7, 8, 9, 10. അപ്പൊ 2.1 എന്ന് പറയുമ്പോ 2, 4, 4.4 8.4 ലക്ഷം അല്ലേ? അല്ലേ? ഇനി ഉത്തരം ശരിയായിട്ട് നോക്കാം. 8.4 പ്ലസ് 9.1 പ്ലസ് 10.5 28 ലക്ഷം. കറക്റ്റ് അല്ലേ? 3.5 ലക്ഷം 3,03,000 വെച്ചിട്ട് പിന്നെ 2,10,000 വെച്ചിട്ട്. ഇനി പ്രൊഡക്ഷൻ യൂണിറ്റ്സ് മെത്തേഡ്. എങ്ങനെയാണ് യൂണിറ്റ്സ് വെച്ചിട്ട് ചെയ്യാനുള്ളത്? എ മെഷീൻ പർച്ചേസ്ഡ് ഫോർ 20 ലക്ഷം. എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ് 10 വർഷം. റെസിജ്വൽ വാല്യൂ എത്രയാണ്? 2 ലക്ഷം. മെഷീൻ is expected to produce 1.5 ലക്ഷം യൂണിറ്റ്സ് ഡ്യൂറിംഗ് ദി ലൈഫ് ടൈം. എക്സ്പെക്ടഡ് ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ ഓഫ് ദി പ്രൊഡക്ഷൻ ഈസ് ആസ് ഫോളോസ്. എങ്ങനെയാ? 20,000, 15,000, 10,000. ഇതേ കാര്യം തന്നെയാണ് ഇവിടെ ചെയ്യണേ. ഇത് യൂണിറ്റ്സ് ആയിട്ട് മാറ്റണം എന്ന് മാത്രം അതല്ലേ? അപ്പൊ ഈ 18 ലക്ഷമാണ് വാല്യൂ വരിക. അതിന് നമ്മള് 1.5 ലക്ഷം യൂണിറ്റ്സിലേക്ക് മാറ്റണം. 18 ഡിവൈഡഡ് ബൈ 1.5. അപ്പൊ എത്രയാ? ഒരു യൂണിറ്റിന് 12 രൂപ. അപ്പൊ 20,000 ഇൻറ്റു 12 രൂപ. അപ്പൊ 2,40,000 വെച്ചിട്ട് 3 കൊല്ലം അല്ലേ? 2.4 ലാഖ് വെച്ചിട്ട് 3 കൊല്ലത്തേക്ക്. പിന്നെ എത്രയാ? 15,000. അപ്പൊ 1.8 വെച്ചിട്ട് അടുത്ത 3 കൊല്ലം. 4, 5, 6, 7 അല്ല 4 കൊല്ലം. ഇതെത്രയാ? 3 കൊല്ലം. ഇത് 4 കൊല്ലം. ഇതോ 8, 9, 10 3 കൊല്ലം. എത്ര വരാ? 10,000 ഇൻറ്റു 12 1,20,000. 3 കൊല്ലം. ഇതെല്ലാം കൂടി കൂട്ടി വയ്ക്ക്. 2,40,000 ഇൻറ്റു 3
പിന്നെ 1,80,000 ഇൻറ്റു 4, പിന്നെ 1,20,000 ഇൻറ്റു 3, എല്ലാം കൂടി കൂട്ടുമ്പോൾ ഗ്രാൻഡ് ടോട്ടൽ 18 ലക്ഷം. കറക്റ്റ് അല്ലേ? കറക്റ്റ് അല്ലേ? ഈ ഡിപ്രിസിയേഷൻ 2 രീതിക്കുള്ള ഡിപ്രിസിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഇതിനെ ഡിപ്ലീഷൻ എന്ന് പറഞ്ഞ ചില ക്വാറികള്, അങ്ങനെ യൂസ് ചെയ്യുന്ന സ്വർണ്ണക്കനികള്, ക്രൂഡ് ഓയില്, ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിയുന്നവർ അതിന്റെ വില ഇടിഞ്ഞിടിഞ്ഞില്ലാണ്ടാവും. അതിനാണ് ഡിപ്ലീഷൻ എന്ന് പറയാം. വലിയ വലിയ സ്ഥലത്ത് റിസോഴ്സസ്, വേസ്റ്റിംഗ് നാച്ചുറൽ റിസോഴ്സസ് എടുക്കണതിനെ പറയുന്ന പേരാണ് എന്ത്? ഡിപ്ലീഷൻ മെത്തേഡ്. കുറെ ഡീഫോറസ്റ്റേഷൻ നടത്താണ്, അത് നടക്കുക എന്താ? ഡിപ്ലീഷനാണ്. നമ്മൾ കോറി പാറ പൊട്ടിക്കുന്നവർക്ക് അതിന്റെ കഴിഞ്ഞു കൊണ്ടിരിക്കില്ല, അതിനാണ് ഡിപ്ലീഷൻ എന്ന് പറയാം. ലീസ് ഓൺ കോറി ഫോർ 1 കോടി. ആസ് പെർ ടെക്നിക്കൽ എസ്റ്റിമേറ്റ് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് മിനറൽ ഡെപ്പോസിറ്റ് 2 ലക്ഷം. ഡിപ്രീസിയേഷൻ വാസ് ചാർജ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ഡിപ്ലീഷൻ മെത്തേഡ്. എക്സ്ട്രാക്ഷൻ പാറ്റേൺ ഈസ് ഗിവൻ ബിലോ. എല്ലാം ചെയ്യേണ്ടത് എന്താ? പേയ്മെന്റ് അല്ലേ? 3 കൊല്ലത്തെ കാര്യമാണ് നമ്മളോട് പറഞ്ഞിട്ടല്ലോ അല്ലേ? അപ്പൊ 1 കോടി 1 കോടി ഡിവൈഡഡ് ബൈ എത്രയാ? 2 ലക്ഷം യൂണിറ്റ് അല്ലേ? അപ്പൊ ഒരു ഇതിന് എത്രയാ വരുന്നേ? 50 രൂപയാണ് വരുന്നേ. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെ 50 ചെയ്താ പോരെ? രണ്ടായിരം ടൺ ആദ്യം. അപ്പൊ 1 ലക്ഷം. പിന്നെ 10,000 ടൺ. അപ്പൊ എത്രയാ? 5 ലക്ഷം. പിന്നെ 15,000 ടൺ. എത്ര? 7.5 ലക്ഷം. ഇത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ അല്ലേ? ആദ്യം 1 ലക്ഷം ചെയ്തു, 99 ലക്ഷം. 99 ലക്ഷത്തിൽ നിന്ന് എത്രയാ? 5 ലക്ഷം പോയി, 94 ലക്ഷം. പിന്നെ എത്രയാ? 7.5 ലക്ഷം പോയി, 86 ലക്ഷം. കറക്റ്റ് അല്ലേ? ഡിപ്രിസിയേഷനെ കൊണ്ട് ഓരോ കൊല്ലവും 1 ലക്ഷം 1 ലക്ഷം ഇത് പിന്നെ നമ്മൾ ചെയ്യാനില്ല കൊണ്ടത് റൈറ്റ് ഓഫ് ചെയ്യും. അടുത്തതാണ് എന്ത്? നമ്മള് ഇത് പറയാണെന്ത്? നമ്മൾ ആ സെറ്റ് മേടിച്ച വിലയില്, ആ മേടിച്ച വിലയിൽ തന്നെ എപ്പോഴും നിലനിർത്താൻ. എന്തിനാണ് അങ്ങനെ ചെയ്യണത്? വെറുതെ ഒരു രസം. നമ്മൾ എത്ര രൂപയ്ക്കാണ് ഈ സാധനങ്ങളൊക്കെ മേടിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിപ്രിഷിയേറ്റ് ചെയ്ത് അല്ലാണ്ട് കാര്യം താഴില്ലേ? എന്താവും? അസറ്റ് ഞാൻ 100 കോടിക്ക് മേടിച്ചിട്ടുണ്ട് പലപ്പോഴായിട്ട്. എപ്പോഴും അത് 100 കോടി തന്നെ നിൽക്കും. അപ്പൊ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് തെറ്റാവില്ല. പകരം എന്താ? ഡിപ്രിസിയേഷനെ കൊണ്ട് ഡെറ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അസറ്റ് നടന്നതിന് പകരം പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞ അക്കൗണ്ട് ഇടും. ക്ലിയർ ആണോ? പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞ അക്കൗണ്ട് ഇടും. അപ്പൊ 100 കോടിയുടെ അസറ്റ് ഉണ്ട്. 10 കൊല്ലാണ് ഇതിന്റെ ആയുസുള്ളത്. 2 കൊല്ലം കഴിഞ്ഞാൽ 80 കോടിയാവണ്ടേ? 80 കോടിയാവണതിന് പകരം അത്രയും 100 കോടി തന്നെ ഇടും. പകരം പ്രൊവിഷൻ ഇപ്പുറത്തെ സൈബിളിൽ 2 കോടി ഇടും. 20 കോടി ഇടും. അപ്പൊ 100 കോടി മൈനസ് 20 കോടി എത്ര വരും? 20 കോടി കുറച്ച് 50 കോടി. 50 കോടി തന്നെ വരും. ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഇല്ലല്ലോ? കറക്റ്റ് ആയിട്ട് പോകണില്ലേ? ഇവിടെ 100 കോടി, ഇവിടെ ഇത്. അപ്പൊ കറക്റ്റ് ആയിട്ട് വരും. ഇനി നമ്മൾ ഇതിൽ ഏതെങ്കിലും സാധനം വിൽക്കാണെന്ന് വിചാരിക്കും. വിൽക്കുമ്പോൾ മാത്രം ആ മേടിച്ച വിലയിൽ ഇത് കുറച്ച് കാണിക്കും. അതായത് ഒരു 10 കോടിയുടെ സാധനത്തിന് നമ്മൾ വിൽക്കാൻ പോവാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ 10 കോടിയുടെ അസറ്റിനെ നമ്മൾ കുറയ്ക്കും. ക്ലിയർ ആണോ? ആ കുറയ്ക്കുന്ന സാധനം എന്താ? ഡിസ്പോസൽ അക്കൗണ്ടിലേക്ക് മാറ്റാം. അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ട് പറഞ്ഞിട്ട് അക്കൗണ്ട് കൊണ്ടുവരും. അതിലേക്ക് നമ്മൾ കൊണ്ടുവന്നിടും. എന്നിട്ട് പ്രൊവിഷനും അതിൽ കുറച്ചിട്ടുണ്ടാവില്ലേ? 10 കോടി നമ്മൾ ഇങ്ങോട്ട് ഇട്ടു. അതിന് കറസ്പോണ്ടിങ്ങിൽ എത്ര പ്രൊവിഷൻ ഇട്ടുണ്ടാവും? 2 കോടി പ്രൊവിഷൻ ഇട്ടുണ്ടാവും. ആ 2 കോടിയിൽ നമ്മൾ ഇവിടേക്ക് കൊണ്ടുവരും. നമ്മളുടെ അസറ്റിന്റെ വില 8 കോടി ആയിരുന്നു എന്നുള്ളത് കിട്ടും. ക്ലിയർ അല്ലേ? ഇത് ഇയറിന്റെ ഇടയിലൊക്കെയാണ് സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇത് കൂടാണ്ട് നമ്മൾ കൊല്ലത്തെ ഡിപ്രിസിയേഷൻ കൂടി നമ്മൾ ഇടണം. അതും കൂടി നമ്മൾ ഇട്ട് വെക്കും. അപ്പൊ കിട്ടുന്ന വാല്യൂ കഴിഞ്ഞിട്ട് നമ്മളിപ്പോ ഒരു 8 കോടിയുടെ സാധനം 9.5 കോടിക്ക് വിൽക്കുകയാണെങ്കിൽ 9 ബാങ്കിൽ എത്ര വരും? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 9.5 ലക്ഷം. പിന്നെ ക്രെഡിറ്റിന് ബാക്കി എമൗണ്ട് 1.5 കോടി നമുക്ക് എന്താ? ലാഭവും കിട്ടും. ക്ലിയർ അല്ലേ? അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കൊണ്ടുപോകണം. അത്രേ ഉള്ള കാര്യം. ഇല്ലസ്ട്രേഷൻ 7 ചെയ്തോ. A firm purchased 1 January 2020 machinery for 5,82,000 and spent 18,000 on its erection. അല്ലേ? അപ്പൊ 5,82,000 18,000 എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അവർ ആഡ് ചെയ്തു. അനദർ മെഷീനറി 2 ലക്ഷം വാസ് അക്വയർഡ് ഓൺ 1 ജൂലൈ അല്ലെ? ഇത് 1 ജനുവരിയിലുള്ള മെഷീനാണ്. ഇത് 1 ജൂലൈയിലുള്ള മെഷീൻ. അത് എത്രയാ? 2 ലക്ഷം. അത് നമ്മൾ എന്ത് ചെയ്തു? ചാർജ് ചെയ്തു. ഞാൻ പ്രൊവിഷന്റെ കാര്യം കൂടി ഇപ്പൊ പറഞ്ഞു കേട്ടോ. ഇതിപ്പോ ഡിസ്പോസൽ മാത്രമുള്ള ചോദ്യമാണ് ഇത് പറയണേ. മിഷനറി പർച്ചേസ്ഡ് ആൻഡ് ഹാവിംഗ് ഒബ്സലീറ്റ് 2020 ജനുവരിയിൽ ആൾക്കത് ഒബ്സലീറ്റ് ആയിട്ട് തോന്നി. എന്ന് മേടിച്ചത്? ഇടയിൽ മേടിച്ചതിട്ടാ. അല്ല സോറി ആദ്യം മേടിച്ചത് ഒബ്സലീറ്റ് ആയിട്ട് തോന്നി. ഓപ്ഷൻ ഫോർ 3.86. എന്നിട്ട് അന്ന് എത്രയ്ക്ക് മേടിച്ചു? 4 ലക്ഷം രൂപയ്ക്ക് പുതിയ മെഷീൻ മേടിച്ചു. 3.86 വിറ്റു. അങ്ങനെയാണ് പറയണത്. അപ്പൊ ഡിപ്രിസിയേഷൻ എങ്ങനെ വരും?
ഡിപ്രിസിയേഷൻ എങ്ങനെ വരും? ആദ്യത്തെ സാധനത്തിന് എത്രയാണ് ഇവർ പറഞ്ഞേക്കണേ? ഡിപ്രിസിയേഷന്റെ റേറ്റ് 10% പെർ ആനം വാല്യൂ WDV-യിലാണ് പറഞ്ഞേക്കണേ. അപ്പൊ 1 ജനുവരി തുടങ്ങി 31 ഡിസംബർ ഉള്ളത് കൊണ്ട് എന്ത് വരും? 6,60,000 വരും അല്ലേ? 6,60,000 വരും. പിന്നെ എത്രയാ? ഇത് 6,00,000ന്റെ 10%. ഇത് 2,00,000ന്റെ മിഷണറിയില് അതും എന്ത് വരും? 10% വരും. പക്ഷെ എത്ര നാളത്തേക്കാ? എത്ര വരും? 10,000 വരും. കൂട്ടുമ്പോ എത്ര വരും? 70,000. അതാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത് 70,000. ഡൗട്ടില്ലല്ലോ? ഇതിലെവിടെയാ എന്റെ മുഖം എടുക്കണ? സൈഡിലല്ലേ? എവിടെയാണെങ്കിൽ പ്രശ്നമില്ല. ഓക്കെ, 70,000. അപ്പൊ ബാലൻസ് 7,30 വന്നു. പിന്നത്തെ കൊല്ലം 7,30 വന്നു. ഈ പീരീഡിലല്ലേ നമുക്ക് ഈ പ്രശ്നം ഉണ്ടാവണം? 1 ജൂലൈ 21. അപ്പൊ നമ്മള് 1 ജൂലൈയിൽ ഇത് കൊണ്ടുവന്നു. ജൂലൈയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിപ്രിസിയേഷൻ നമ്മൾ സാധാരണ ഇടാറുണ്ടാ? പക്ഷെ വിൽക്കാൻ പോണതായതുകൊണ്ട് അതിന്റെ ആ പീരീഡിലുള്ള ഡിപ്രിസിയേഷൻ നമ്മൾ കൊടുക്കണം. അപ്പൊ എത്ര വരും? 7,30 ആണ് ഇപ്പൊ അതിന്റെ വില എത്ര നിൽക്കണേ? 60,000 അല്ലേ കുറഞ്ഞേക്കണേ? ഏത് വാല്യൂ? 6,00,000 മൈനസ് 60,000 എത്ര വരും? 5.4 ലാക്ക് അല്ലേ വരാ? അതിന്റെ എത്ര ശതമാനം? 10% ഇൻറ്റു 6/2 വരും. അപ്പൊ എത്ര വരും? 27,000. അപ്പൊ ഡിപ്രിസിയേഷൻ നമ്മൾ ചാർജ് ചെയ്തു അല്ലേ? ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ബാങ്കിൽ എത്ര രൂപ കിട്ടി? 3,86 കിട്ടി. നമ്മൾ എന്ത് ചെയ്തു? 3,86 ബാങ്കിൽ കാശ് കിട്ടിയെന്ന് എഴുതി വെച്ചു അല്ലെ? എത്ര രൂപയുടെ മിഷന്? 5,40,000 മിഷനായിരുന്നു. അതിന് 27,000 ഡിപ്രിസിയേഷൻ പോയാൽ അതിന്റെ വില എത്രയാണ്? 5,13,000 അല്ലേ? അതല്ലേ 3,86 വിറ്റ നഷ്ടത്തിന്? അപ്പൊ എത്രയാ? 1,27,000 ലോസ് അല്ലേ? അത് നമ്മള് ചാർജ് ചെയ്തു. ക്ലിയർ അല്ലേ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? അന്ന് തന്നെ പുതിയ മിഷൻ മേടിച്ചു. ബാങ്കിൽ കാശ് പോയി 4,00,000. ക്ലിയർ അല്ലേ? ഇനി അക്കൊല്ലത്തെ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യണ്ടേ? എങ്ങനെ ചാർജ് ചെയ്യും? 4,00,000 ഇൻറ്റു 10% ഇൻറ്റു 6/12 എത്ര വരും? 20,000 വരില്ലേ? ഓക്കെ. ഇനി പുതിയ മെഷീൻ മേടിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അതിന്റെ വില എത്രയാ? അതായത് 2 ലാഖിന്റെ മെഷീൻ എത്ര രൂപയായിരുന്നു? അതിന് 10,000 കുറച്ചിട്ട് 1.9 ലാക്ക് അല്ലായിരുന്നേ? 1.9 ലാഖിന്റെ 10%. ഇത് 5% എന്ന് പറഞ്ഞ 10% പറഞ്ഞല്ലോ, സോറി. അപ്പൊ എത്രയാ? 0.19 ലാക്ക്. അപ്പൊ എത്ര വരും? 39,000 വന്നില്ലേ ഡിപ്രിസിയേഷൻ? കറക്റ്റ് ആയില്ലേ? ബാലൻസ് 5,51. ക്ലിയർ ലൈൻ്റെ വർക്കിംഗ് നോട്ട് ഒന്നും വേണ്ടല്ലോ. കാര്യം മനസ്സിലായില്ലേ? ഇനി പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ ഉണ്ടെങ്കിലത്തെ ഇല്ലെങ്കിലത്തെ ചെയ്യാൻ വല്ല ബുദ്ധിമുട്ടുണ്ടാവും അല്ല? ഇല്ലെങ്കിലത്തെ ചെയ്യാൻ വല്ല ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മൾ ആ അക്കൗണ്ടിൽ തന്നെ ഡയറക്റ്റ് എഴുതും. പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഉണ്ടെങ്കിലോ അപ്പൊ നമ്മുടെ മിഷണറി അക്കൗണ്ടിൽ വല്ല ചേഞ്ച് ഉണ്ടാവും എപ്പോഴും? ഇല്ല. 12 അങ്ങനെ പോകും. ഡിസ്പോസൽ നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ 80,000 പോവും. ഏതിലേക്ക് പോവും? ഡിസ്പോസൽ അക്കൗണ്ടിലേക്ക് പോവും അല്ലേ? ഇങ്ങോട്ട് കൊണ്ടുവന്നു 80,000ന്റെ വെർത്ത് ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടോ ക്വസ്റ്റ്യനില് അല്ലേ? അപ്പൊ 1.80 ഏപ്രിൽ 1 50,000 മേടിച്ച ഗുഡ്സ് 45,000 വിറ്റു. 1.88 മേടിച്ചു എന്നാണ് പറയണേ. അപ്പൊ 80,000 കൊണ്ടുവന്നു. അതിന് എത്ര നാളത്ത് നമ്മൾ ഡിപ്രിഷിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. WDV-യിലാണല്ലോ പോണേ? 10%-ാണല്ലോ പോണേ? 1 ഏപ്രിലിൽ മേടിച്ചല്ലേ? അല്ലേ? അത് എപ്പോഴാ വിൽക്കണേ? 1 ഒക്ടോബറിനാണ് വിൽക്കണേ. ഏപ്രില് 2020 ആയപ്പോ 1 കൊല്ലം കഴിഞ്ഞു. പിന്നെ ഏപ്രിൽ 31 മാർച്ച് 2020 1 കൊല്ലം കഴിഞ്ഞു. 31 മാർച്ച് 2021 അടുത്ത കൊല്ലം കഴിഞ്ഞു. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ഇല്ല, സെപ്റ്റംബർ ഉള്ളു. അപ്പൊ 2.5 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട് ഇതിന്റെ അല്ലേ? അപ്പൊ എന്ത് വരും? 80,000 മൈനസ് 10%, 72,000 അല്ലേ? മൈനസ് 10%. ഇപ്പൊ എത്ര വരും? 64,800 മൈനസ് 5% ചെയ്താൽ മതി. കാരണം അരക്കൊല്ലം കൂടി ഉള്ളൂ അതിന്റെ ഇത്. മൈനസ് 5%. ഇപ്പൊ ഇതിന്റെ വില എത്ര? 61,560 കിടക്കുന്ന വിലയിലാണ് നിൽക്കണേ. അതിൽ നിന്നാണ് നമ്മൾ എത്രയ്ക്ക് വിറ്റത്? 45,000 വിറ്റത്. മൈനസ് 45,000. അപ്പൊ ലോസ് അല്ലേ? 16,560 ലോസ് ആണ് അല്ലേ? ഡിസ്പോസൽ അക്കൗണ്ട് എവിടെ? പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ അക്കൗണ്ട് നമ്മള് അതുവരെയുള്ള എല്ലാം കൂടി കൂട്ടണം. അപ്പൊ നമുക്കത് കിട്ടും. ബാങ്കിന് 45,000,
16,560, ഇത് 18,440. നമ്മളിവിടെ ഈ എഴുതി വെച്ചിട്ടുള്ള വാല്യൂല്ലേ 10%, ഇവിടെ ആയത് ഇത്ര വരണേ 8,000 വരണേ അല്ലേ? ഇവിടെ എത്ര വരണേ 72,000 മൈനസ് 64,800, ഇപ്പൊ എത്ര വരും? 7,200. പിന്നെ ലാസ്റ്റ് എത്ര വരണേ 64,700 മൈനസ് 61,560, എത്ര വരും? 3,240 വരും. ഇതെല്ലാം കൂടി കൂട്ടി വെക്കും നിങ്ങൾ. 8,000 പ്ലസ് 7,200 പ്ലസ് 3,240. 18,440 അല്ലേ? അതല്ലേ ഇവര് ഇവിടെ വന്നേക്കണേ എവിടെ അത്? ആ, അപ്പൊ പി ആറിലെ കൊണ്ടിക്ക് എത്ര പോണെന്നുള്ളത് നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടി. എല്ലാം നമ്മള് ശരിയാക്കി. ഇനി ഇതിൽ വേറെ ഒന്നും ഇല്ലല്ലോ. ഇതിൽ ഈ 80,000 നമ്മൾ ഇവിടുന്ന് ഒഴിവാക്കി കളഞ്ഞു. അതാണ് നമ്മൾ ആകെ ചെയ്യേണ്ട കാര്യമുള്ളത് അല്ലേ? പിന്നെ പുതിയ മെഷീൻ മേടിച്ചു 1,58. അത് മാത്രല്ലേ നമ്മൾ പുതിയത് റെക്കോർഡ് ചെയ്യണ്ടേ? കണ്ടാ, മിഷനറി കോസ്റ്റ് 1,58. അപ്പൊ നമ്മൾ 1,58 നമ്മളവിടെ കാണിച്ചു. ക്ലിയർ അല്ലേ? ഇനി ഓരോ കൊല്ലത്തിനും പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ 1,20 ഇട്ടു. രണ്ടാമത്തെ കൊല്ലം ആ ടോട്ടൽ വാല്യൂന്റെ 1,8 ഇട്ടു. ഇതിനെ ഡിസ്പോസലിലേക്ക് പോയതിന്റെ ഇതിനെ നമ്മൾ ഇപ്പുറത്തേക്ക് ഇട്ടു. 18,440 ഇട്ടു. 2,28 നമ്മൾ എന്ത് ചെയ്തത്? സ്റ്റാർട്ട് ചെയ്തത് ലയബിലിറ്റി സ്റ്റാർട്ട് ചെയ്തത്. അക്കൊല്ലം നമ്മൾ എന്ത് ചെയ്തു? 3,240 ആ വിറ്റ മിഷനറിയുടെ ഇട്ടു. ക്ലിയർ അല്ലേ? ഈ അക്കൊല്ലത്തെ ഡിപ്രിസിയേഷൻ നമ്മൾ 98,620 ഇട്ടു. മിഷനറി ഡിസ്പോസലിൽ ഇട്ടു. ബാലൻസ് 3,11,420 വന്നു. ക്ലിയർ അല്ലേ? ചെയ്യാനില്ലല്ലോ. ചേഞ്ച് ഇൻ മെത്തേഡ് ഓഫ് ഡിപ്രിസിയേഷൻ വന്നു കഴിഞ്ഞാൽ അത് എന്താ സംഭവം? ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് ആണ്. ഫ്യൂച്ചറിലേക്ക് മാത്രം ചേഞ്ച് ചെയ്താൽ മതി. റെട്രോസ്പെക്റ്റീവില് വല്ല മാറ്റം വരുത്തുന്നുണ്ടോ? ഇല്ല കേട്ടാ. ഇനി അടുത്ത കാര്യം, നിങ്ങൾ ഇനി ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കിക്കോട്ടാ. ഈ 9 കൂടി ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ ഗ്യാപ്പിൽ വന്ന് 8 വരെ ചെയ്തില്ലേ? 9 ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. 100 ഡൗട്ടോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞാൽ മതി. ഓക്കെ, 9 നല്ല ചോദ്യമാണ്. പിന്നെ ചേഞ്ച് ഇൻ മെത്തേഡ് ഓഫ് ഡിപ്രിസിയേഷൻ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഫ്യൂച്ചറിലേക്ക് കാണാം. അപ്പൊ അത് തെറ്റായിട്ട് കണക്കാക്കണില്ല. ചേഞ്ചിനെ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് ആയിട്ടാണ് അതിന് കണക്കാക്കണത്. അപ്പൊ വർഷം മാറിയാലും മെത്തേഡ് മാറിയാലും ഒക്കെ നമ്മൾ എന്താ ചെയ്യുക? ഫ്യൂച്ചറിലേക്ക് അതിന്റെ ചേഞ്ച് വരുത്തും. ക്ലിയർ അല്ലേ? 10 ഒരു മെഷീനറി മേടിച്ചു. പോളിസി ഓഫ് ചാർജിങ് ഡിപ്രിസിയേഷൻ 15% പെർ ആനമായിരുന്നു വെച്ചത് ഡിമിനിഷിംഗ് ഓവറിൽ. അത് കഴിഞ്ഞിട്ട് നമുക്ക് 2 സമയത്ത് പർച്ചേസ് ചെയ്യുന്ന കാര്യം പറയുന്നുണ്ട്. ഇതൊരു ചേഞ്ച് ഇൻ മെത്തേഡ് ഓഫ് ഡിപ്രിസിയേഷൻ സ്ട്രേറ്റ് ലൈൻ ബേസിലേക്ക് മാറ്റാണ്. റിമൈനിങ് യൂസ്ഫുൾ ലൈഫ് 6 വർഷമാക്കി അല്ലെ? 10 വർഷമായിരുന്നു തുടക്കത്തിൽ ഉണ്ടായിരുന്നപ്പോ ഉണ്ടായിരുന്ന വില അല്ലെ? ആദ്യം 7 ലക്ഷത്തിന്റെ 15% ചെയ്തു. എത്ര? 1,05,000 കുറച്ചു അല്ലെ? ടോട്ടൽ ഡിപ്രിസിയേഷൻ ഇതിങ്ങനെയാണ് വാല്യൂ വരുന്നത്. 595 വാല്യൂ വന്നു. പിന്നെ അടുത്ത കൊല്ലം പർച്ചേസ് 1,50 കൂടി മേടിച്ചു. മിഷനറി മേടിച്ച കാര്യം പറയണില്ലേ? ഫസ്റ്റ് ജനുവരി 1, 2018 മേടിച്ച കാര്യം പറയണില്ലേ? അപ്പൊ 1,50 ഇട്ടു. ഈ മെഷീൻ എത്ര ഇട്ടു? 595,000 15% അടിച്ചു നോക്കി. 595,000 × 15% എത്ര? 89, 250 അത് ഇട്ടു. ഈ 1,50ന്റെ 15% എന്ത്? 22,550. രണ്ടും കൂടി കൂട്ടിയിട്ടുള്ള 1,11, 250 ഇപ്പുറത്തിട്ടു. ക്ലിയർ ലൈൻ റിട്ടേൺ ഓൺ വാല്യൂ ഇട്ടു. 2019 മാറ്റം വരണേ? 21. 19, 20 കൂടി ഇങ്ങനെ റൺ ചെയ്യും. അതേ 15% എന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോകും. ഇനി ഇവിടേക്ക് എത്തി. റിട്ടേൺ ഓൺ വാല്യൂ ഇത്രയിലാണ് നിൽക്കണേ. ഇനി നമുക്ക് എന്തായി? സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിലേക്ക് മാറാണ് അല്ലേ? 3,65,404 എത്ര നാളോടും? ഇനി എത്ര നാളോടും? 6 കൊല്ല അല്ലെ? 6 കൊല്ലം ഓടുന്നല്ലേ പറഞ്ഞേക്കണേ? 3,65,404 ഡിവൈഡ് ബൈ 6 60, 900 കിട്ടും. ഈ 92,119 അതിന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞേക്കണേ? അതും 6 കൊല്ലം ഓടുന്നല്ലേ പറഞ്ഞേക്കണേ? 92,119 ഡിവൈഡ് ബൈ 6 അടിക്കുക. അപ്പൊ അതും 13 കിട്ടും. അപ്പൊ അതിന്റെ വാല്യൂ കഴിഞ്ഞു. പിന്നെ അതിന് പ്ലാന്റ് മെഷീനറിയിൽ അതിന്റെ വാല്യൂഷൻ എങ്ങനെയാണ് ചെയ്യണത് എന്നുള്ളത് പറഞ്ഞു. ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടാ? അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട് ഫ്യൂച്ചറിൽ 6 കൊല്ലം ചെയ്യാൻ പറഞ്ഞാൽ ഇനി അത് 6 കൊല്ലം ചെയ്യുക. അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇനി വേറെ നമ്മൾ റെട്രോസ്പെക്റ്റീവ് എഫക്റ്റോ കാര്യങ്ങളൊന്നും വരുത്തേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ റിവിഷൻ ഓഫ് ദി എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ് ഓഫ് പി എന്തെങ്ങനെയാണ് നമ്മുടെ
യൂസ്ഫുൾ ലൈഫ് എന്താവാണ്, ചേഞ്ച് ആവാണ്. അപ്പൊ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ചോദ്യം. മെഷീൻ കോസ്റ്റിംഗ് 6 ലക്ഷം ഡിപ്രീഷിയേറ്റ് ഓൺ സ്ട്രേറ്റ് ലൈൻ ബേസിസ്, 10 വർഷം റെസിഡ്യൂവൽ വാല്യൂ ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? റീഅസസ്റ്റ് എന്താ 5 കൊല്ലത്തേക്ക് മാറ്റി അല്ലെ, 3 കൊല്ലം കഴിഞ്ഞു. അപ്പൊ എത്രയുണ്ടാവും? 6 ലക്ഷം ഇൻറ്റു 7/10 ആയിണ്ടാവും ഇതിന്റെ വാല്യൂ ഇപ്പോ അല്ലെ. ഇപ്പൊ 4.2 ലക്ഷം വാല്യൂ ഉണ്ടാവും. ഇനി ഇതിന് എത്രയുള്ള ആയുസ്? 5 കൊല്ലമുള്ളൂ എന്നാണ് പറയണത്. അപ്പൊ 4.2 ÷ 5, അപ്പൊ ഓരോ കൊല്ലം ഇനി എത്രയാ? 84,000 വെച്ചിട്ട് നമ്മൾ ഡിപ്രീഷിയേറ്റ് ചെയ്യേണ്ടി വരും അല്ലെ. ഇനി റീവാലുവേഷന്റെ കാര്യമാണ്. റീവാലുവേഷൻ അപ്വേർഡ്, റീവാലുവേഷൻ ഡൗൺവേർഡ് എന്ന് പറയുന്ന കാര്യം നിങ്ങളുടെ കയ്യിലുണ്ട്? അത് ഫീൽ ചെയ്യും ഉണ്ടല്ലോ, ഡൗട്ടില്ലല്ലോ. അപ്പൊ ഇലുസ്ട്രേഷൻ, എ മെഷീൻ കോസ്റ്റിംഗ് 12 ലക്ഷം ഇസ് ഡിപ്രീഷിയേറ്റഡ് 10 വർഷത്തേക്ക് നമ്മൾ ഡിപ്രീഷിയേറ്റ് ചെയ്തു. റെസിഡ്യൂവൽ വാല്യൂ ഇല്ല. അപ്പൊ 3 കൊല്ലം കഴിഞ്ഞപ്പോ എന്തുണ്ടായി? റീവാല്യൂഡ് അപ്വേർഡ് 60,000. എത്രയാ? 9 വർഷത്തേക്ക്. സുഖല്ലേ? 12 ലക്ഷം എത്ര നാളത്തേക്കാ ചെയ്തേ? 3 കൊല്ലം കഴിയുമ്പോൾ 7/10 ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള വാല്യൂ കിട്ടില്ലേ? എത്ര? 8.4 ലക്ഷം കിട്ടി. അതിന് റീവാല്യൂ ചെയ്ത് അപ്വേർഡ്. അപ്പൊ എത്രയായി? 9 lakh ആയി. അതിന്റെ കൂടെ 0.6 lakh കൂട്ടിയപ്പോഴേ അതിന് ഇനി 9 കൊല്ലത്തേക്ക് എന്ന് പറയുമ്പോൾ എത്രയും 1 ലക്ഷമാണ് ഇനി പുതിയ ഫ്യൂച്ചറിലേക്ക് വരുന്ന എമൗണ്ട് ഡിപ്രിസിയേഷൻ. ഡൗട്ടുണ്ടോ? തെറ്റുപോയാ? ഞങ്ങളങ്ങനില്ല. സൗണ്ട് കേൾക്കണോ? ശരിയാ? 1 ലക്ഷം വന്നോ? ഞാനിപ്പോ അനങ്ങണ്ട, അതിലിറങ്ങണ്ട. സൗണ്ട് ഉണ്ടാ? സൗണ്ട് ഉണ്ട്. വന്നോ? സ്ക്രീൻ ഉണ്ടാ? പ്രശ്നമില്ലല്ലോ. ഇനി ഇൻടാഞ്ചിബിൾ അസറ്റ് ആണെങ്കിൽ ഇങ്ങനെയാടാ, വളരെ ഈസിയാണ് അല്ലെ. ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേറ്റന്റ്, കോപ്പി റൈറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതിനെങ്ങനെയാ? അതിന് ഡിപ്രിസിയേഷൻ പറയണ ആക്കാണെന്ത്? അമോർട്ടൈസേഷൻ. എല്ലാത്തിന്റെ റൂള് സെയിം തന്നെ, ഒരു മാറ്റവും ഇല്ല. ക്ലിയർ അല്ലേ? ടാഞ്ചിബിൾ ഇൻടാഞ്ചിബിൾ അസറ്റിന്റെ ചേഞ്ച് എന്താണെന്നുള്ളത്, തൊടാനും പിടിക്കാനും പറ്റാത്തതാണ് എന്ത്? ഇൻടാഞ്ചിബിൾ അസറ്റ്. ഇതിന് ഫൈനൈറ്റ് ലൈഫ് യൂസ്ഫുൾ ലൈഫ് ആണ്. ഇതിന് എന്താ? കോൺട്രാക്ച്വൽ ടേംസ് അനുസരിച്ചിട്ടാണ് ഫൈനൈറ്റ് യൂസ്ഫുൾ ലൈഫ്. ഇതിന് യൂസ് ചെയ്തതനുസരിച്ചിട്ടാണ്. ഇതില് 10 കൊല്ലത്തിന് മേലെ പോവില്ല എന്നുള്ളതാണ് ഇൻടാഞ്ചിബിൾ അസറ്റിന്റെ ഒരു എന്ത്? പ്രിസംഷൻ. 10 കൊല്ലത്തിന് മേലെ പോകും എന്നുള്ളത് പക്ഷെ നമ്മൾ തെളിയിച്ചാലോ അതെടുക്കാം. ജനറലി ഒരു ഇൻടാഞ്ചിബിൾ അസറ്റിന് 10 കൊല്ലമൊക്കെ തന്നെയാണ് ആയുസുള്ളത് എന്നുള്ളതാണ് ജനറൽ പ്രിസംഷൻ. അതൊരു ലിമിറ്റ് ആയതുകൊണ്ട് നിങ്ങൾ അത് പഠിക്കണം കേട്ടാ. ഇതിനെ പറയുന്ന പേര് അമോർട്ടൈസേഷൻ ആണ്. ഇവിടെ പറയുന്ന പേര് എന്താ? ഡിപ്രിസിയേഷൻ ആണ്. ഇതിന്റെ എക്സാമ്പിളുകളാണ് പറയുന്നത്. ഇവിടെ സോഫ്റ്റ്വെയർ സ്ട്രീമിംഗ് പ്ലേ റേറ്റ്, ലാൻഡിംഗ്, ട്രേഡ് മാർക്ക്, പേറ്റന്റ് എന്നൊക്കെ പറയുന്നത്. നമുക്ക് സിനിമ കാണിപ്പിക്കാം എന്നുള്ളൊരു അവകാശം ഉണ്ടെന്ന് വിചാരിക്കും. അതിന് നമ്മൾ എന്താ പറയാ? റൈറ്റ് അല്ലേ? ആ സിനിമയുടെ റൈറ്റ്സ് അല്ലേ ഇപ്പൊ നമ്മൾ ആ സിനിമയുടെ റേറ്റ് 100 കോടിക്ക് വിറ്റ് പോയി, 200 കോടിക്ക് വിറ്റ് പോയി എന്ന് പറഞ്ഞു. നമ്മളിപ്പോ കള്ള സീറ്റ് എടുത്തിട്ട് ആർക്കെങ്കിലും കാണിച്ചു കൊടുക്കാൻ കുഴപ്പമുണ്ടാ? പോലീസ് പിടിക്കും. അതല്ല ഞാൻ പറയണം. അതിന് നമുക്ക് എന്തില്ല? മൂല്യം ഇങ്ങോട്ട് കിട്ടുന്നില്ല. പക്ഷെ ഇത് ഞാൻ തിയേറ്ററിലിട്ട് സിനിമ കളിപ്പിക്കുകയാണെങ്കിൽ, വിതരണം ചെയ്യുകയാണെങ്കിൽ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ചാനലിൽ OTTക്കോ മേടിക്കുകയാണെങ്കിൽ അവിടെ മാത്രമാണ് അത് കാണിക്കാൻ എക്സ്ക്ലൂസീവ്ലി റൈറ്റ് ഉള്ളൂ. അപ്പൊ പ്രൈമിലുള്ള സാധനം എടുത്തിട്ട് നെറ്റ്ഫ്ലിക്സുകാർക്ക് കാണിക്കാൻ പറ്റുമോ? പറ്റില്ല. ക്ലിയർ ആണോ? അപ്പൊ ആ അവകാശത്തിന് ഒരു മൂല്യം ഉണ്ട്. അതാണ് അവരവിടെ കാണിക്കുന്നത്. ക്ലിയർ അല്ലേ? 13ാമത്തെ ക്വസ്റ്റ്യൻ. കെ രജിസ്റ്റേർഡ് പേറ്റന്റ് ഓൺ 1 July 2022 ഡെവലപ്ഡ് കോസ്റ്റ് ഓഫ് 28 ലക്ഷം ആൻഡ് സ്പെൻഡ് 2 ലക്ഷം. അപ്പൊ എത്രയും 30 ലക്ഷം അതിന്റെ ടോട്ടൽ വാല്യൂ വരാ. പേറ്റന്റ് പീരീഡ് 10 വർഷമല്ലേ വരണേ. അപ്പൊ എത്രയും പെർ ഇയർ 3 ലക്ഷം അല്ലേ. അതിനെന്താ പറയാ? അമോർട്ടൈസേഷൻ എന്നുള്ള വാക്കാണ് പറയേണ്ടത്. ഇത് പൊട്ടന്മാര് തെറ്റിയിട്ട് ഡിപ്രിസിയേഷൻ ഇട്ടേക്കാണ്. തിരുത്തിയിട്ട് അമോർട്ടൈസേഷൻ ആക്കിയേക്കാം. എന്നിട്ട് ഓരോരോ കൊല്ലത്തിന്റെ പീരീഡിന്റെ ഹാഫ് ഇയറും ഫുൾ ഇയർ ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്തേക്കണം. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? വേറെ ഇല്ല. അടുത്തത് പ്രൈം സ്ട്രീമിംഗ് കമ്പനി അക്വയർഡ് സ്ട്രീമിംഗ് റൈറ്റ്സ് ഫോർ മൂവി ഫോർ 18 ലക്ഷം. ഇത് കോൺട്രാക്ച്വൽ ഡ്യൂറേഷൻ ഓഫ് സ്ട്രീമിംഗ് പീരീഡ് എത്രയാണ്? 10 വർഷം. 4th ഇയറിൽ എന്തായി? വ്യൂവർഷിപ്പ് കുറഞ്ഞപ്പോ അതിനെന്ത് 5 കൊല്ലത്തേക്കാണ് ഇനി ഉപയോഗിക്കുള്ളൂ എന്നുള്ളതാണ് പറയണേ അല്ലെ. അപ്പൊ 18 വർഷം 18 ലക്ഷം ഇൻറ്റു ഇതിന് എന്തില്ല? റെസിജ്വൽ വാല്യൂ ഇല്ല എന്നുള്ളതുകൊണ്ടാണ് നമുക്ക് സ്ട്രേറ്റ് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ബിഗിനിങ് ഓഫ് 4th ഇയർ എന്ന് പറയുമ്പോൾ 3 ഇയർ കഴിഞ്ഞു. അപ്പൊ 7/10 അല്ലേ ഇതിന്റെ വാല്യൂ നിൽക്കുന്നുണ്ടാവാ. ബാക്കി 3 കൊല്ലത്തെ വാല്യൂ പോയിണ്ടാവില്ലേ? 18 ലക്ഷം ഇൻറ്റു 7/10 എത്രയാ? 12.6 ലക്ഷത്തിലാണ് വാല്യൂ നിൽക്കണേ. എന്നിട്ട് അവർ പറയുകയാണെങ്കിൽ എന്താ 5 കൊല്ലത്തേക്കും കൂടി പോകുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം?
12.6 ലക്ഷം ഡിവൈഡഡ് ബൈ 5 വർഷം. ഓരോ കൊല്ലത്തേക്ക് ഇനി എത്ര 2.52 ലാക്കാണ് നമ്മൾക്ക് വരാൻ പോണ അമോർട്ടൈസേഷൻ എന്ന് പറയണം. ആദ്യത്തെ കൊല്ലത്തെ അമോർട്ടൈസേഷൻ എത്രയായിരുന്നു? 1.8 ലാക്ക് വീതമായിരുന്നു അല്ലേ? 18 ലക്ഷം ഡിവൈഡ് ബൈ 1.8. അപ്പൊ അത് വാല്യൂ ഇടിഞ്ഞിട്ട് എത്രയായി? 12,60,000 നമ്മൾ കണ്ടുപിടിച്ചു. അതിൽ നമ്മൾ 7 കൊല്ലം കഴിഞ്ഞപ്പോ 2,52,000 കഴിഞ്ഞില്ലേ? ഈ ട്രൂ ഓർ ഫോൾസും ഇത് നിങ്ങൾ ചെയ്യോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ക്ലിയർ അല്ലേ? ബാക്കിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തോട്ടാ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ അല്ലേ? വൈൻഡപ്പ് ചെയ്യാം. എത്ര മിനിറ്റ് ആയി?